ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 5G നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്കുണ്ടല്ലോ, ജോബ് കാർഡിൽ പറഞ്ഞത് എഞ്ചിൻ ഓയിൽ മാറ്റണം, അതേപോലെ തന്നെ രണ്ട് ബ്രേക്കും ചെക്ക് ചെയ്യണം. ഈ 2 വർക്കാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടി നമ്മൾ അഴിച്ചു വിട്ടിട്ടുണ്ട്. ബ്രേക്കിൻ്റെ കേസ് നോക്കാനായിട്ട് ബാക്ക് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തേ ബ്രേക്ക് ലൈനർ അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് മാറ്റിയിടണം. ബ്രേക്ക് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വണ്ടി തള്ളണ സമയത്തൊക്കെ ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കേബിളിൻ്റെയാണ് കംപ്ലയിൻറ്റ് കേട്ടോ. ഫ്രണ്ടിലെ ഒരു കേബിൾ ഫുൾ ടൈറ്റായി പോയേക്കാണ്. ഈ ഒരു കേബിളും ഔട്ടർ ടൈറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ ഫ്രണ്ടിലത്തെ 2 കേബിൾ മാറണം. അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് ഷൂ മാറ്റി കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ കേസ് ഓക്കെയാവും. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ അഴിക്കുന്ന സമയത്ത് ഈ ഷോക്കിൻ്റെ ബുഷൊക്കെ പോയി കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലിങ്കിൻ്റെ കോളർ ബുഷ് പോയി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് 2 കൂടി കൂട്ടത്തേക്കൂടെ ചെയ്തു പോകണമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഫ്രണ്ട് ബ്രേക്ക് ലൈനർ നമ്മൾ നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല. ബ്രേക്ക് ലൈനർ ബാക്കിലത്തെ മാത്രം നമുക്ക് മാറ്റിയിട്ടാൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം എസ്റ്റിമേറ്റ് ആക്കാം. കാരണം എന്താ വെച്ചാൽ ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ 2 കേബിൾ, ബാക്കിലെ ബ്രേക്ക് ഷൂ, ഗ്രീൻ ബുഷ്, ഇതിൻ്റെ കോളർ, എഞ്ചിൻ ഓയിൽ ബോൾട്ടിൻ്റെ വാഷ് ഓർക്കുക, അത്രയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിൽ ഇടാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. നമുക്കൊരു 3 മണി 4 മണിക്കുള്ളിലൊക്കെ വർക്ക് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ പരമാവധി നേരത്തെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടാലും മതി. ഇനി അതല്ലെങ്കിൽ നേരിട്ട് വിളിക്കുക, എന്തെങ്കിലും ചെയ്യാം. ഓക്കെ.